ശ്രീ ഞരളത്ത് ഹരിഗോവിന്ദൻ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ ചുറ്റിപ്പറ്റി ഈ കഞ്ചാവ് കേസാണെങ്കിലും MDMA പോലെയുള്ള രാസലഹരിയുടെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അവർ ഇതിൻ്റെയൊക്കെ പ്രത്യേകിച്ച് ഇതിൽ യുവതലമുറ ഇതിനൊക്കെ അടിമപ്പെട്ടു പോകുന്നു, അത് അവരുടെ ശീലത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പോലീസ് അതിൻ്റെ ഭാഗമായിട്ട് എക്സൈസും പോലീസും ഒക്കെ പരിശോധനകളും അന്വേഷണവും ഒക്കെ കൂടുതൽ ഈ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വേടൻ്റെ കേസ് വരുമ്പോൾ അവിടെ 6 ഗ്രാം കഞ്ചാവാണ് വേടൻ്റെ കയ്യിൽ നിന്ന് പിടികൂടിയത്. അവിടെ 9 പേരുണ്ടായിരുന്നു, സംഘത്തിൽ 8 പേരടക്കമുള്ളവരാണ്. അവർക്കെല്ലാം ഈ കേസിൽ ജാമ്യം കിട്ടിയിട്ടുണ്ട്. വേടൻ കുടുങ്ങിപ്പോയത് ഒരു ആരാധകൻ സമ്മാനിച്ചു എന്ന് വേടൻ തന്നെ പറഞ്ഞിട്ടുള്ള പുലിപ്പല്ല് മാലയുടെ പേരിലാണ്, വനംവകുപ്പെട്ട കേസിൻ്റെ പേരിലാണ്. ഈ വേടൻ്റെ എതിരായിട്ടുള്ള കേസും ഈ സംഭവങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പൊതുസമൂഹം ഇതിനെ കാണുന്നത്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഒരു വിഭാഗമെങ്കിലും ഇതിനെ കാണുന്നത് വേടനെതിരെ ബോധപൂർവമായ ഒരു വേട്ടയാടൽ നടക്കുന്നുണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിലാണ്. അതായത് ഇത് ഒരു നിസ്സാരമായ കേസ്, ആ കേസിൽ ഒന്ന് തൊട്ട് മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് വേടനെ കുരുക്കാൻ ശ്രമിക്കുന്നു. അതായത് ആദ്യം കഞ്ചാവിൻ്റെ പേരിൽ, പിന്നെ ആ മേശപ്പുറത്തുണ്ടായിരുന്ന 9.5 ലക്ഷം രൂപയുടെ പേരിൽ, പിന്നീട് മാരകായുധങ്ങളുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചു കയ്യിൽ, അതിനുശേഷം പിന്നെ ഇപ്പോൾ പുലിപ്പല്ല് എന്ന പേരിൽ. അപ്പോൾ അങ്ങനെ ഒരു ആസൂത്രിതമായ ഒരു നീക്കം ഇതിന് പിന്നിലുണ്ട് എന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു കേരള എന്താ പറയുക, ബോബ് മാർലി എന്ന ഒരു സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വേടൻ. എല്ലാ അർത്ഥത്തിലും ഈസ് എ കേരള ബോബ് മാർലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അകത്തു നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള ക്ഷുദ്ര പ്രവൃത്തികൾ അദ്ദേഹത്തിനെതിരെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അകത്തുള്ള ഒരാൾക്ക് മാത്രം സാധിക്കാവുന്ന കുത്തിത്തിരിപ്പുകളാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയത്തിൽ അദ്ദേഹം ഏതാണ്ട് രക്ഷപ്പെട്ടു പോവും എന്ന് തോന്നുമ്പോൾ അടുത്ത വിഷയമിട്ട് കുരുക്കാൻ ശ്രമിക്കുക, അത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ആർക്കാണ് ഒരു വനം വകുപ്പിലേക്ക് ഫോൺ ചെയ്ത് പറയാൻ? അദ്ദേഹത്തിൻ്റെ ഇത്രയും 10,000-കണക്കായ ആരാധകരിൽ ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ ഫോൺ ചെയ്ത് പറയില്ല അയാളുടെ കഴുത്തിൽ പുലിനഖം ഉണ്ട് അല്ലെങ്കിൽ പുലിപ്പല്ലുണ്ടെന്നുള്ളത്. മറ്റൊരു റാപ്പർമാരുടെ കൂട്ടത്തിൽ നിന്നാണോ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അസൂയാലുക്കളായിരിക്കുന്ന വേടൻ ഒരേ സമയം തീവ്ര വിപ്ലവ ചിന്താഗതികൾ അവതരിപ്പിക്കുമ്പോഴും ഒരു ഈശ്വര വിശ്വാസിയാണ് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അദ്ദേഹം അത് മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ ആ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് വേടനെ പോലെ 25 വയസ്സ് 26 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്രയും ആവേശത്തോടുകൂടി ഒരു രാഷ്ട്രീയ പ്രവർത്തനം കല കൊണ്ട് നിർവഹിക്കുമ്പോൾ കലയില്ലാത്ത രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്ത കലാപ്രവർത്തകർ, ഇത് രണ്ടും ഒരുപോലെ വേസ്റ്റാണ് എന്ന് അഭിപ്രായപ്പെടാറുള്ള ഒരാളാണ് ഞാൻ. അതായത് കലയില്ലാത്ത രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയമില്ലാത്ത കലാകാരനും ഒരുപോലെ വേസ്റ്റാണ്. സമൂഹത്തിന് യാതൊരു പ്രയോജനം ചെയ്യാൻ സാധ്യതയില്ല. കലോപാസകർക്ക് കല തന്നെ ആവണം ലഹരി എന്ന് ഇന്നലെ കൂടി കൊല്ലത്ത് ശാസ്താംകോട്ടയിലൊരു വേദിയിൽ പരസ്യമായി സംസാരിച്ച ഒരാളും കൂടിയാണ് ഞാൻ. ഇവിടെ അദ്ദേഹത്തിൻ്റെ ലഹരി ഉപയോഗത്തിൽ അദ്ദേഹത്തെ കൊടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപരമായി അല്ലെങ്കിൽ വലിയ തലങ്ങളൊന്നും അതിനുണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നാണ്. എന്തിനാണ് വേടനെ ആരാണ് വേട്ടയാടുന്നത്? ഞാൻ സംശയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് ഒരു വലിയ പരിപാടി വൻ വിജയമായിരുന്നു. ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് എപ്പോഴും ഇത്തരത്തിലുള്ള കലോപാസകർ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. പണ്ട് നമ്മുടെ ജാസി ഗിഫ്റ്റൊക്കെ വന്ന സമയത്ത് അദ്ദേഹമൊക്കെ ഇത് തിരുവനന്തപുരം ഒരു കലാമാഫിയയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിശാഗന്ധിയിലായിരുന്നാലും സർക്കാരിൻ്റെ പരിപാടിയിലായിരുന്നാലും ഒരു സോക്കാൾഡ് കുറച്ച് വർണ്ണങ്ങളിലോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രൂപ്പുകളിലോ പെട്ട ആളുകൾക്ക് മാത്രം അവസരം കിട്ടുന്ന ഒരു വലിയ മാഫി എപ്പോഴും തിരുവനന്തപുരത്തുണ്ട്. അപ്പം ഞാൻ ഒന്ന് സംശയിക്കുന്നത് സർക്കാരിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് വേടൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വല്ലാത്ത ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് തിരിച്ചറിയുന്ന ആരെങ്കിലും ആവാം. ഒന്ന്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള അദ്ദേഹത്തിൻ്റെ അത്രയും റേഞ്ചിൽ എത്താൻ കഴിയാതെ, ഓടി കതച്ചെത്താൻ കഴിയാതെ മറ്റ് പല വിഷയങ്ങളും അവതരിപ്പിച്ച് കുറേയും കൂടെ സ്വാർത്ഥവും പ്രാദേശികവുമായ വിഷയങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയ ചില റാപ്പർമാരുണ്ട്. അവർ റാപ്പർമാരെന്നതിലുപരി വെറുതെ കിടന്ന് അർത്ഥട്ടഹസിക്കുകയും അർത്ഥമില്ലാത്ത ശബ്ദവിന്യാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ചില കോമാളികളായ റാപ്പർമാരുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവർ ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അസൂയാലുക്കളായി നടത്തുന്ന നീക്കങ്ങളായിരിക്കാം. എന്തായാലും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല വേടൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ വാസ്തവത്തിൽ ജീവിതത്തിൽ ഇന്നുവരെ കഞ്ചാവ് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല.
മദ്യം എൻ്റെ വീട്ടിൽ 2 പട്ടാളക്കാരിലുണ്ട്. മദ്യം ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. ഞാനിപ്പോഴും മദ്യം ഉപയോഗിക്കുന്ന ഒരാളല്ല. പക്ഷേ എന്നെ ആശയപരമായി തകർക്കാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ ഇടയ്ക്ക് പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമുണ്ടാക്കിയ സമയത്ത് ശ്രീനാരായണ ഗുരുസ്വാമിക്ക് ശേഷം ഒരു വാദ്യം വിഗ്രഹസ്ഥാനത്ത് വെച്ചുകൊണ്ടൊരു ക്ഷേത്രം നിർമ്മിച്ച ഏക വ്യക്തിയാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തിൽ തന്നെ വാദ്യം പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം സ്ഥാപിച്ച ആളാണ് ഞാൻ അങ്ങാടിപ്പുറത്ത് ഞെരളത്ത് കലാശ്രമത്തിൽ. അതിൻ്റെ എതിരായിട്ട് വന്ന ആളുകൾ, നമുക്ക് അത്ഭുതം തോന്നുന്ന ആളുകളാണ് ആ സ്ഥാപനത്തെ തകർക്കാനായിട്ട് പ്രവർത്തിച്ചത്. അത് കോൺഗ്രസ്സുകാരല്ല, BJPക്കാരല്ല, മുസ്ലിം ലീഗുകാരല്ല. ഏറ്റവും വലിയ പുരോഗമനവാദികളെന്ന് വിശ്വസിച്ച് എന്നെ പിന്തുണയ്ക്കുമെന്ന് കരുതിയ ആളുകളാണ്. കാരണം ഞങ്ങളിലൂടെ അല്ലാതെ നിങ്ങൾ ആരും തന്നെ വിപ്ലവം ഉണ്ടാക്കണ്ട എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്. അത് വേടനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഭയക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അവരുടെ ചൊൽപ്പടിക്ക് വേടൻ ഏതെങ്കിലും നിലയ്ക്ക് തയ്യാറാവാതെ വരികയോ, അതല്ലെങ്കിൽ ഇപ്പോൾ വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഫല സുഖയുമായി ബന്ധപ്പെട്ട് അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തോട് ആരെങ്കിലും ബാർഗെയിൻ ചെയ്ത സമയത്ത് അദ്ദേഹത്തിനൊരു പണി കൊടുത്തു കളയാമെന്ന് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിചാരിക്കുകയോ ചെയ്തതായിട്ടൊക്കെ നമ്മൾ ഭയക്കേണ്ടതുണ്ട്. എൻ്റെ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ കള്ളിൻ്റെ കുപ്പി, ഉപയോഗിച്ച കോണ്ടം തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ തുരുതുര എല്ലാ ദിവസവും കൊണ്ടുവന്നിടുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതാരാ ചെയ്യുന്നതെന്ന് അറിയാമായിരുന്നു. മുസ്ലിം ലീഗിന് എതിരായി എഴുതിയ പോസ്റ്റർ അതേ കൈയക്ഷരത്തിൽ അതേ മഷിയിൽ എൻ്റെ സ്ഥാപനത്തിനെതിരായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കാരണം? അവരെ സെക്രട്ടറി പ്രസിഡന്റ് ആക്കുന്നില്ല എന്നത് മാത്രമാണ് കാരണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മോശമാണെന്ന് അഭിപ്രായമില്ല. അതായത് നമ്മളിലൂടെ മാത്രം വിപ്ലവം ഉണ്ടാവണം, നമ്മളിലൂടെ മാത്രം ഇവിടെ സമൂഹത്തിൽ പരിഷ്കരണം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം കോമാളികൾ ഒരു ഭാഗത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള പാർട്ടിയെയോ അധികാരത്തെയോ അംഗീകരിക്കാത്ത ഒരാളാണ് വേടൻ. വേടൻ്റെ വർണ്ണത്തിന് എതിരാണ്, അല്ലെങ്കിൽ അത് നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷയം മാറിപ്പോകുന്നുണ്ട് പലപ്പോഴും. വേടൻ്റെ വർണ്ണവുമല്ല വിഷയം, വേടൻ്റെ ചങ്കൂറ്റമാണ് എല്ലാവരുടെയും വിഷയം. അതിനെ നേരിടാൻ, അല്ലെങ്കിൽ അതിനെ നേരിടേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം അതിശക്തമായി വേടനെ കുടുക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ്. പക്ഷെ ഞാൻ പറയുന്നു, വേടൻ അടുത്ത ഷോയിലേക്ക് വരുമ്പോൾ ഇന്ന് വേടനുള്ളതിൻ്റെ 4 ഇരട്ടി കാണികൾ വേടനെ കാത്തിരിക്കുന്നുണ്ട്. അയാൾ തിരിച്ചു വരും. അദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ചെന്ന് വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹത്തെ വിശ്വസിച്ച് കൂടെ നിന്ന് ആളുകളെ ഒറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി വേടൻ കാണിക്കുന്ന ഒരു സത്യസന്ധതയാവാം അത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അത്രമാത്രം അങ്ങനെ വളരെ തുച്ഛമായ അളവിലുള്ള കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. കഞ്ചാവ് ഉപയോഗിക്കുന്നതൊന്നും നല്ല കാര്യങ്ങളല്ല, അതൊരു മാതൃകാപരമായ കാര്യവുമല്ല. പക്ഷേ ഇന്ന് മന്ത്രിസഭയിലിരിക്കുന്ന മന്ത്രി ഗണേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ മദ്യപിച്ച് ലക്ക് കെട്ട് എന്തെല്ലാം സീനുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. ഇവിടെ വർഗീയത എത്ര വലിയ വിഷമാണ്. ഇവിടെ കള്ളു കുടിക്കുന്നതും പെണ്ണ് പിടിക്കുന്നതാണ് ഏറ്റവും വലിയ ഇമ്മോറാലിറ്റി എന്ന് പറയുന്ന വങ്കന്മാർ വലിയ വർഗീയ വിഷയങ്ങൾ കേരളത്തിൽ പല ഭാഗത്തുനിന്നും, അത് ന്യൂനപക്ഷം ഭൂരിപക്ഷം ഒന്നും വ്യത്യാസമില്ലാതെ പല പക്ഷത്തുനിന്നും ഉണ്ടായിട്ടില്ലേ? മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്ന എത്രയോ സംഭവങ്ങൾ കഞ്ചാവ് അടിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കഞ്ചാവിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. പക്ഷേ ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, പെണ്ണുപിടിയും കള്ളുപിടിയും ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ മറ്റൊരു കൂട്ടം ആൾക്കൂട്ട ആക്രമണത്തിന് ഉപയോഗിക്കുന്ന പല മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ലഹരി, മറ്റൊന്നാണ് പെണ്ണ് കേസ്, മറ്റൊന്നാണ് സാമ്പത്തിക അഴിമതി, മറ്റൊന്നാണ് ജാതി, മറ്റൊന്നാണ് അവൻ്റെ പെരുമാറ്റം ശരിയല്ല, അവൻ അഹങ്കാരിയാണെന്ന് പറയുക. ഇത് ഒരാളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ ഇങ്ങനെ കാരണങ്ങൾ കണ്ടെത്താൻ യാതൊരു മടിയുമില്ലാത്തൊരു സമൂഹമാണിത്. ഇതിൽ പോലീസ് വളരെ നാണം കെട്ട കളി കളിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത്. വനം വകുപ്പ് ഇതിനകത്ത് ഇപ്പോൾ സാറ് സംസാരിച്ച പോലെ അവർ നിഷ്കളങ്കമായ നിലപാടെടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തോ വലിയ ഒരു രാജ്യാന്തര ഭീകരനെ, കാശ്മീരിൽ വെടിവെപ്പ് നടത്തിയ ഭീകരരെയൊക്കെ പിടിച്ച അത്രയും വലിയ പ്രതാപത്തിലാണ് ഈ വേടനെ പിടിച്ച ആളുകളൊക്കെ ഞെളിഞ്ഞു നിൽക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അകത്തുള്ള ആളുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടാവാം, അങ്ങനെയൊക്കെ ഞാൻ സംശയിക്കുന്നുണ്ട്.